മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പോൾ സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. കാരണം എന്താണ്? മത്സര പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ള ആ ഒരു മത്സരത്തിൽ ജയിക്കുക, ആ പരീക്ഷയ്ക്ക് വിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പം മത്സര പരീക്ഷകളിലെ മലയാളം, അതിൽ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ഓരോ പ്രാവശ്യമായിട്ട് പഠിക്കുന്നുണ്ട്. ഇന്ന് ടീച്ചർ പറയുന്നത് കവികൾ വിശേഷണങ്ങളാണ് അല്ലേ. കവിത എഴുതുന്ന ആളുകളെയല്ലേ നമ്മൾ കവികൾ എന്ന് വിളിക്കാറ്. കഥ എഴുതുന്ന ആളുകളെ നമ്മൾ എന്ത് വിളിക്കും? കഥാകൃത്ത്. അപ്പൊ ഓരോ കവികൾക്കും ഓരോ വിശേഷണം ഉണ്ടാവാറുണ്ട് അല്ലെ, ഓരോ വിശേഷണം ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇത് എന്തൊക്കെയാണ് എന്നുള്ളത്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് എന്നറിയാമോ? കമന്റ് ചെയ്തോളൂ അറിയാമെങ്കിൽ. ശക്തിയുടെ കവി ആരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അടുത്തത് ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ, അല്ലെങ്കിൽ ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഒരു ക്ലൂ വേണമെങ്കിൽ ഞാൻ തരാം. പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളാണ് ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ് ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത്. അപ്പൊ രണ്ടുപേരെ നമ്മൾ പഠിച്ചു. ശക്തിയുടെ കവി ഇടശ്ശേരിയും ഋതുക്കളുടെ കവി ചെറുശ്ശേരിയും. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക. അപ്പോൾ നമുക്ക് ഇത് സംബന്ധിച്ച് മറ്റു കാര്യങ്ങളും കൂടെ പഠിക്കാം അല്ലെ. മറ്റു ചില കവികളുടെ വിശേഷണങ്ങൾ. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നതും സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നതും കുമാരനാശാനാണ്. സ്നേഹഗായകനും ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നതും ആരാണ്? കുമാരനാശാൻ. പണ്ഡിതനായ കവി ആരാണ്? പണ്ഡിതനായ കവി എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ്. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഇതിനും ഒരു പ്രത്യേകതയുണ്ട് അല്ലേ. ഇവരാരാണ്? ആധുനിക കവിത്രയങ്ങളാണ്, കുമാരനാശാനും ഉള്ളൂരും വെള്ളത്തോളും. അപ്പൊ ആ മൂന്ന് പേരെയും എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ആശയ ഗംഭീരനും സ്നേഹഗായകനും കുമാരനാശാനാണ്. പണ്ഡിതനായ കവിയും ഉല്ലേഖ ഗായകനും ഉള്ളൂരാണ്. ഉല്ലേഖ ഗായകൻ, പിന്നെ പണ്ഡിതനായ കവി എന്നാണ് ഉള്ളൂർ അറിയപ്പെടുന്നത്. അതുപോലെ വള്ളത്തോൾ അറിയപ്പെടുന്നതോ ശബ്ദസുന്ദരൻ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെയോ കവികൾ വിശേഷണങ്ങൾ. അടുത്തത് ജി ശങ്കരക്കുറുപ്പിനെ എങ്ങനെയാ വിശേഷിപ്പിക്കുന്നത് എന്ന് നോക്കാം അല്ലെ. ദാർശനിക കവിയെന്നും സൂര്യകാന്തിയുടെ കവിയെന്നും മൃത്യുബോധത്തിന്റെ കവിയെന്നും അറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പാണ്. എന്തൊക്കെയാണ്? ദാർശനിക കവി, സൂര്യകാന്തി എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു കവിത എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ മൃത്യുബോധത്തിന്റെ കവി, ദാർശനിക കവി, സൂര്യകാന്തിയുടെ കവി, മൃത്യുബോധത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? മൃത്യുബോധത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പാണ്. ഇനി വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് വയലാറാണ്. അതേപോലെ തൂലിക പടവാളാക്കിയ കവി വയലാറാണ്. രണ്ട് വിശേഷണങ്ങളാണ് നമ്മൾ പറഞ്ഞത്, വിപ്ലവ കവിയും തൂലിക പടവാളാക്കിയ കവി. ഇനി ജനകീയ കവി ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. അതുപോലെ കവിത ചാട്ടവാറാക്കിയ കവിയും കുഞ്ചൻ നമ്പ്യാരാണ്. എന്നും കുഞ്ചൻ നമ്പ്യാർ അറിയപ്പെടുന്നുണ്ട്. എല്ലാവരുടെയും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് അദ്ദേഹം തുള്ളൽ പാട്ടുകളൊക്കെ എഴുതിയത്, നിങ്ങൾക്കറിയാം അല്ലെ. അപ്പൊ ജനകീയനാണ്. അപ്പൊ അദ്ദേഹം ജനകീയ കവി എന്നാണ് അറിയപ്പെടുന്നത്. ഇനി താമരത്തോണിയുടെ കവി, നിളയുടെ കവി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? താമരത്തോണിയുടെ കവി, നിളയുടെ കവി എന്നൊക്കെ അറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായരാണ്. താമരത്തോണിയുടെ കവി, നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായരാണ്. നിളയുടെ കവിയും താമരത്തോണിയുടെ കവിയും പി കുഞ്ഞിരാമൻ നായരാണ്. നമ്മൾ പറഞ്ഞു നിള എന്ന് പറയുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ തീരത്തൂടെ പി കുഞ്ഞിരാമൻ നായർ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോ എന്താണ്, അവിടെ ഒരു തോണി കണ്ടു അല്ലെ, നിറയെ താമരയുള്ള ആ ഒരു, എവിടെ? നിള, ഭാരതപ്പുഴയില് തോണിയില്
തോണിയിൽ ഇങ്ങനെ പോകുന്നത് കണ്ടു കുറേ ആളുകൾ, അല്ലെങ്കിൽ ഒരു തോണി ആളുകളെയും കയറ്റി പോകുന്നത് പി കുഞ്ഞിരാമൻ നായർ കണ്ടു. അപ്പൊ താമരത്തോണിയുടെ കവിയും നിളയുടെ കവിയും എന്താണ്? പി കുഞ്ഞിരാമൻ നായരാണ്. എന്നാൽ നിളയുടെ കവി കുഞ്ഞിരാമൻ നായരാണെങ്കിലും നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരാണ്. എം ടി വാസുദേവൻ നായർ. അപ്പൊ ടീച്ചറെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ ഒരു ചോദ്യം തരാണ്. വിഷാദത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? വിഷാദത്തിന്റെ കവി, വിഷാദത്തിന്റെ കവി, വിഷാദത്തിന്റെ കവി ആരാണ്? ഇത് നിങ്ങൾ കമന്റ് ചെയ്യണം. വിഷാദം എന്ന് പറഞ്ഞാൽ ദുഃഖാണ് അല്ലേ? വിഷാദത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ്, വിഷാദത്തിന്റെ കവി ആരാണ്? മറ്റു വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചു. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. മറ്റു ക്ലാസ്സുകളിൽ ടീച്ചർ അതും കൂടെ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക കേട്ടോ. വിഷാദത്തിന്റെ കവി ആരാണ്? അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.